എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് മുകളിലേക്ക് എടുക്കേണ്ടി വരൂടാ. ഞാൻ പറക്കുകയാണ്. നീ എന്നും പറക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നീ അതിനെ കുറിച്ച് പറയുന്നേ? കഴുതേ, വാക്യൂം ക്ലീനറിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ പറക്കുകയാണ്. സംശയമുണ്ടോ? വാക്യൂം ക്ലീനർ ഓഫ് ചെയ്യ്, ഓഫ് ചെയ്യ്. എല്ലാ സാധനങ്ങളും എന്റെ പാലിനകത്താക്കി. ആ ചെറിയ ബോളിനകത്ത് എല്ലാ സാധനവും എങ്ങനെ കൊള്ളും? പള്ളിമണി എന്തിനാ അടിക്കുന്നത് കൊച്ചളിയാ? കഴുതേ, ആരോ ഡോർ ബെൽ അടിക്കുക, വാതിൽ തുറക്ക്. പിയാനോ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയരുത്. കാട്ട്കർ മേഡം വാങ്ങിച്ചതാണ്, ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാ. സൈൻ ചെയ്യേ. പിയാനോലോ? പേപ്പറില്. വർക്കിംഗ് കണ്ടീഷനിലാ ഉള്ളത്. മാഡത്തിനോട് പറഞ്ഞേക്ക്. എത്ര മനോഹരമായ പിയാനോയാ. ആരും പിയാനോയിൽ കൊണ്ടുപോകരുത്. ഞാനൊന്ന് പ്ലേ ചെയ്യട്ടെ. വേണ്ട, എന്തെങ്കിലും കേടായാൽ മേഡം ഒരുപാട് ദേഷ്യപ്പെടും. ഒന്നും വരില്ല, ഞാൻ നന്നായിട്ട് വിസിലടിക്കുമല്ലോ. വിസിലടിക്കുന്നതിനും പിയാനോ പ്ലേ ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. സംശയമുണ്ടോ? പിയാനോ മാറിയിരിക്ക. എടാ, ആ മരമണ്ടൻ ആരെങ്കിലും ഒന്ന് പിടിക്ക്. ഞാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് പിയാനോ പ്ലേ ചെയ്യും. നീ എന്തായി കാണിച്ചത്? ആരാത് പ്ലേ ചെയ്തേ? ഞാനാ. എങ്ങനെയുണ്ട്? ഒന്നിനും കൊള്ളില്ല. ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. പ്ലീസ്, അത് വേണ്ട. ഇപ്പൊ തന്നെ പിയാനോയുടെ ഒരു കീ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഞാൻ പിയാനോയല്ല, ഹണിക്കിട്ടൊരു പ്ലേ കൊടുക്കാൻ വന്നതാ. സുഖമായിട്ട് ഉറങ്ങായിരുന്നു. എന്റെ ഉറക്കം മുഴുവൻ നശിപ്പിച്ചു. ഹണിയെ വിട്ടേക്ക്. ശരി എന്നാ, ഇവനെ വിട്ടേക്കാം. ബാക്കി തല്ല് നിനക്ക് തരാം. എല്ലാരും എന്തിനാ ഇങ്ങനെ പിയാനോയിൽ വന്ന് വീഴുന്നത്? എന്റെ ഉറക്കം നശിപ്പിച്ചാൽ ഞാൻ വീണ്ടും വരും. തല്ല് വീണ്ടും തുടങ്ങും. പുതിയ പിയാനോയെ പൊട്ടിച്ചു. മാഡം ഒരുപാട് ദേഷ്യപ്പെടും. തീർച്ചയായും. ഇത് കമ്മ് വെച്ചൊട്ടിച്ചാലോ? എടാ, കമ്മല്ല, ഗം, പശ. ഇത് വെച്ചൊട്ടിച്ചാൽ തീർച്ചയായും അറിയുകയില്ല. സംശയമുണ്ടോ? ഇനി പിയാനോ ഇടത്തേക്ക് ആരും വന്നു പോകരുത്, മനസ്സിലായല്ലോ? ഈ പിയാനോ ഞാൻ പ്ലേ ചെയ്യട്ടെ? എടാ, ഞാൻ നിങ്ങളോട് പെർമിഷൻ ചോദിച്ചതല്ല, കാര്യം പറഞ്ഞതാ. ഞാനിത് പ്ലേ ചെയ്യാൻ പോകുന്നു. ഐ ക്യാൻ പ്ലേ. ഞാനിതിൽ ഒട്ടിപ്പിടിച്ചു. സോർദാർ അതില് ഗമ്മ് വെച്ചൊട്ടിച്ചിരുന്നു. എന്നെ നോക്കി ചിരിക്കുന്നോടാ.
നീ എന്തിനാ ജോർദാറിനെ തല്ലിയത്? ഇവനല്ലേ ഇവിടെ ഗമ്മട്ടിച്ചു വെച്ചത്. അത് പൊട്ടിപ്പോയ കീ നേരാക്കാൻ വേണ്ടി ഒട്ടിച്ചതാണ്. എന്നാൽ ഇപ്പൊ ഒട്ടിപ്പിടിച്ചത് ഞാനല്ലേ. എന്നെ രക്ഷിക്ക, വേഗം രക്ഷിക്ക. ഈ പിയാനോയിൽ കൈവയ്ക്കുന്ന എല്ലാവർക്കും നല്ല പണി കിട്ടുന്നുണ്ട്. എടാ, എന്നെ ആരെങ്കിലും ഒന്ന് എഴുന്നേപ്പിക്കടാ. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എനിക്കിട്ട് നല്ല പണി തന്നല്ലേ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയും വേഗത്തിൽ താഴെ വീണ എന്നോട് പ്രശ്നമൊന്നുമില്ലെന്ന് ചോദിക്കുന്നോടാ. എന്റെ എല്ലുകൾ മുഴുവൻ നുറങ്ങിപ്പോയി. എന്നിട്ട് അവൻ ചോദിക്കുന്നു, എന്താ നീ പറയുന്നേ? നിന്റെ ശരീരത്തിൽ എല്ലെന്ന സാധനം തന്നെ ഇല്ലല്ലോ. എന്നിട്ട് ഞങ്ങളോട് പറയാ എല്ലെല്ലാം നുറുങ്ങിപ്പോയെന്ന്. ഇനി മേലാൽ ഇങ്ങനെ കള്ളം പറയരുത്. എന്റെ അമ്മച്ചി, ഇവൻ എവിടുന്നാ ഇത്രയും ബുദ്ധി കിട്ടിയത്? നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. എന്റെ ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളയുകയാണ്. ഞാൻ വേണമെങ്കിൽ തൈലം തേച്ച് തരാം. നീ എന്ത് മണ്ടത്തരാടായി പറയുന്നത്? എന്റെ ശരീരത്തിൽ നിന്റെ കൈ കൊണ്ട് തൈലം തേച്ചാൽ പിന്നെ എന്നെ ഇവിടുന്ന് തുടച്ചെടുക്കേണ്ടി വരും. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. ആ, നിന്റെ വേദനയൊക്കെ ഇപ്പൊ മാറും. എനിക്കൊരു തവണ പരിക്ക് പറ്റിയപ്പോ മേഡം ഐസ് ക്യൂബ് വെച്ചാ വേദന മാറ്റിയത്. എന്റെ അമ്മു, എന്തൊരു തണുപ്പായത്. അതെയോ? എന്നാ ദോശക്കല്ലിലിട്ട് ചൂടാക്കാം. കഴുതേ, ദോശക്കല്ല് വെച്ച് ചൂടാക്കിയ അതോടെ ഫ്രൈ ആകും. എണ്ണ ഒഴിച്ചാലല്ലേ ഫ്രൈ ആവുള്ളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതിൽ കൂടുതൽ സഹിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? ആ ശരി, ഞാൻ നിർത്തി. സ്പൈഡർ, വേദന ഇങ്ങനെ മാറ്റാനേ പറ്റൂ. എടാ, ഓയ്, ഓയ്, എടാ, എടാ, ഒന്ന് വേഗം വേഗം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് മുകളിലേക്ക് എടുക്കേണ്ടി വരൂടാ. ഇനി ആരും തന്നെ ഇതിന്റെ അടുത്തേക്ക് വരരുത്. ഇനി ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും മാഡം വല്ലാതെ ദേഷ്യപ്പെടും. ഒരുപാട് വിഷമിച്ച് അത് ശരിയാക്കിയത്. ഇനി ആരും ഇതിൽ കൈവെക്കരുത്. എന്താ മനസ്സിലായല്ലോ? ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല. മാഡം ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് അവർക്കെല്ലാം മനസ്സിലാവും ഈ പിയാനോ പൊട്ടിയ കാര്യം. സംശയമുണ്ടോ? ചുട്ടുവെച്ചപ്പം താഴെ വീണു, വീട്ടിൽ വന്നു പുതിയ പിയാനോ. അടികൈ. അങ്ങ് പ്ലേ ചെയ്യോ? നീ എന്താണ് ഈ കാണിക്കുന്നത്? എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഒട്ടിച്ചെന്ന് അറിയില്ല നിനക്ക്. കന്ന സർ, അങ്ങേക്ക് പ്ലേ ചെയ്യാൻ അറിയാവോ? നാട്ടിലെ എന്റെ വീടിന്റെ പിന്നിലുണ്ട് വലിയൊരു കുന്ന്. കണ്ടോളൂ ഞാൻ എത്ര നന്നായിട്ട് പിയാനോ വായിക്കുന്നു എന്ന്. അടികൈ. വഴിയിലൂടെ നടന്നു പോയപ്പോൾ ഒരു കാറ് വന്ന് എന്നെ മുട്ടി. ഞാൻ പ്ലേ ചെയ്തപ്പോൾ ഇതിന്റെ കീ എങ്ങനെ പൊട്ടി. അടികൈ. എന്ത് കൈ അടിക്കാനാ? അങ്ങ് പിയാനയെ നശിപ്പിച്ചു. മാഡം വാങ്ങിച്ച പുതിയ പിയാനോ ആയിരുന്നു ഇത്. മാഡത്തോട് എങ്ങനെ പറയും? ഇനി പറയേണ്ട ആവശ്യമില്ല. മാഡം അത് കേട്ട് കഴിഞ്ഞു. സംശയമുണ്ടോ? ഓ ഇല്ല, എന്റെ പുതിയ പിയാനോ പൊട്ടിച്ചോ? ഞാൻ പൊട്ടിച്ചതൊന്നുമല്ല. അങ്ങ് തന്നെയാ പൊട്ടിച്ചത്. ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ പോയാൽ പോലീസ് പിടിക്കുന്നു. മിസ് ഗാഡ്കർ എന്നെ വെറുതെ സംശയിക്കുന്നു. അടികൈ. കൊച്ചളിയ, നമ്മള് പറ്റിച്ച കാര്യം കണ്ണ സാറിനെ പിടി കിട്ടിയെന്നാ തോന്നുന്നത്. പ്ലാൻ പൊളിഞ്ഞു. എടാ, എന്ത് പ്ലാനാണ്? ഒരു പ്ലാനുമില്ല മാഡം. അപ്പൊ പ്ലാൻ ആയിരുന്നില്ലേ? ഈ പിയാനോ പൊട്ടിച്ചത് ഏതായാലും നമ്മളല്ലേ. എന്നിട്ട് ആ കുറ്റം കണ്ണാ സാറിന്റെ തലയിൽ കെട്ടിവെക്കാനാ പ്ലാൻ എന്നാ ഞാൻ വിചാരിച്ചത്. സോറി മാഡം. ഒരു കുഴപ്പമില്ല. എന്നാൽ നോക്കൂ കുട്ടികളെ, തെറ്റ് ചെയ്താൽ അതൊരിക്കലും ഒളിക്കാൻ ശ്രമിക്കരുത്. ഒരു തെറ്റ് മറയ്ക്കാനായിട്ട് നമ്മൾ 100 തെറ്റുകൾ ചെയ്യേണ്ടി വരും. സോറി മാഡം. ഒരു കുഴപ്പമില്ല. പിയാനോ പൊട്ടിയാൽ അത് നമുക്ക് നന്നാക്കി എടുക്കാം. എന്നാൽ കുറ്റം മറ്റുള്ളവരുടെ ചുമലിൽ വെക്കുന്നത് തെറ്റാണ്. ശരി, എന്നാ എല്ലാവരും കന്നാ സാറിനോട് സോറി പറയൂ. സോറി കണ്ണാ സാർ. കമ്പ് കൊണ്ട് അടി. എന്താ? എടാ, പറഞ്ഞത് മാറിപ്പോയതാ. കൈയടിക്കാൻ പറഞ്ഞതാ. വടി കൊണ്ട് ചില മാസ്റ്റർമാർ കുട്ടികളെ തല്ലുന്നു. പേടിക്കേണ്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അടികൈ.